തുഫേലെ, ന്യൂസിലൻഡിനെതിരെയുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഉടനെ തന്നെ പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് 2020 ടീം എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന വേൾഡ് കപ്പ് കളിക്കുന്ന അതേ ടീമാണ്. അപ്പോൾ ഈ വൺ ഡേ ടീമിലേക്ക് കുറച്ച് പ്രമുഖരൊക്കെ തിരിച്ചു വരുന്നു എന്ന് പറയുന്നുണ്ട്. അതിൽ പരിക്ക് പറ്റിയിരുന്നവരൊക്കെ തന്നെ വരികയാണെന്ന് പറയുന്നു. വിക്കറ്റ് കീപ്പർ ആയിട്ടും ഒരാൾ തന്നെ വരുന്നുണ്ട് 2020. എന്തൊക്കെയാണ് അതിൽ അറിയാൻ കഴിയും? നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത്, നമുക്കറിയാം സമീപകാലത്തായി മോശം ഫോമിലൂടെ കടന്നു പോകുന്ന ഇന്ത്യയുടെ ക്യാപ്റ്റനായിരുന്ന ശുഭ്മാൻ ഗില്ല് ന്യൂസിലൻഡിനെതിരായ ഏകദിന പരമ്പരയിൽ ക്യാപ്റ്റനായി വരാൻ സാധ്യതയുണ്ടെന്നാണ്. കാരണം അദ്ദേഹത്തിന് 3 ഫോർമാറ്റിലും ഭാവി ഇന്ത്യയുടെ ക്യാപ്റ്റനായി പരിഗണിക്കപ്പെടുന്ന താരമാണ്. ടെസ്റ്റ്, അതുപോലെ ഏകദിനം, T20. മറ്റൊരു താരം ശ്രേയസ് അയ്യരാണ്. ശ്രേയസ് അയ്യർ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് 3-4 മാസങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയിലാണ് പരിക്ക് മൂലം. പിന്നീട് അദ്ദേഹത്തിന് 3-4 മാസമായി അദ്ദേഹം കളിക്കാൻ പറ്റിയിട്ടില്ല, പരിക്ക് മൂലമാണ്. ഒരു 4-ാം നമ്പറിൽ, അതായത് ഇന്ത്യയുടെ 11-അംഗ ടീമിൽ 4-ാം നമ്പറിൽ മികച്ച രീതിയിൽ, പ്രത്യേകിച്ച് മധ്യനിരയിൽ മികച്ച റെക്കോർഡുള്ള താരമാണ് ശ്രേയസ് അയ്യർ. അദ്ദേഹം പിടിച്ചു നിന്ന് കളിക്കുകയും അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന സമയങ്ങളിൽ അറ്റാക്ക് ചെയ്ത് കളിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാശാലിയാണ്. വൺ ഡേയിൽ അദ്ദേഹത്തിന് മികച്ച ട്രാക്ക് റെക്കോർഡ്, അദ്ദേഹം ഒരു 10 സെഞ്ചുറികൾ, 10-ൽ താഴെ സെഞ്ചുറികൾ എന്നും നേടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. മറ്റേ മധ്യനിരയിൽ ഒരു ഔട്ട്സ്റ്റാൻഡിങ് പ്ലെയർ ആണെന്ന് തന്നെ തീർച്ചയായിട്ടും നമുക്ക് വിലയിരുത്താം. പിന്നെ ഒരു പ്ലെയറായി വരാൻ സാധ്യത ഇഷാൻ കിഷനാണ്. നമുക്കറിയാം, വിജയ് ഹസാരെ മത്സരങ്ങളിലും മുസ്താഖ് അലി ട്രോഫിയിലും അദ്ദേഹം ജാർഖണ്ഡിനെതിരെ മികച്ച പ്രകടനം, ഹരിയാനയുമായുള്ള മത്സരത്തിൽ കുറഞ്ഞ ബോളുകളിൽ നിന്നാണ് അദ്ദേഹം സെഞ്ചുറി നേടിയത്. താരമാണ് ഇഷാൻ കിഷൻ. അദ്ദേഹം ഒരുപക്ഷെ, കാരണം ഋഷഭ് പന്ത് ആയിരുന്നു, ഋഷഭ് പന്ത് ടെസ്റ്റ് ടീമിൽ മാത്രമായി പരിഗണിക്കാൻ. പക്ഷേ അദ്ദേഹം ഇഷാൻ കിഷൻ അന്തിമ 11-ൽ കളിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഈ കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കക്കെതിരായ ഏകദിന പരമ്പരയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച KL രാഹുൽ അന്ന് ക്യാപ്റ്റനായിരുന്നു. KL രാഹുലായിരുന്നു സൗത്ത് ആഫ്രിക്കക്കെതിരായ ഏകദിന പരമ്പരയിൽ ക്യാപ്റ്റൻ. അപ്പോൾ KL രാഹുൽ ഒരു മികച്ച പ്രകടനമാണ്, 2 അർദ്ധ സെഞ്ചുറിയൊക്കെ നേടി മികച്ച പ്രകടനമാണ് സൗത്ത് ആഫ്രിക്കക്കെതിരെ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ KL രാഹുൽ ഒരു 15-അംഗ 16-അംഗ ടീമിൽ ഇഷാൻ കിഷൻ ചിലപ്പോൾ ഉൾപ്പെടുത്തിയേക്കാം. പക്ഷെ അന്തിമ 11-ൽ കളിക്കേണ്ട ലാസ്റ്റ് 11-ൽ അദ്ദേഹം ഇഷാൻ കിഷൻ സ്ഥാനം പിടിക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഗില്ല് ക്യാപ്റ്റനായിട്ട് വൺഡേയിലേക്ക് വരും അല്ലേ? ഗില്ലിന് സാധ്യതയുണ്ട്. കാരണം പ്രത്യേകിച്ച് ഗില്ലിനെ നമുക്കറിയാമല്ലോ, ഇപ്പൊ ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി ഇന്ത്യയിലും ശ്രീലങ്കയിൽ നടക്കുന്ന 2020 പരമ്പരയ്ക്കുള്ള 2020 ലോകകപ്പിലുള്ള ടീമിൽ ഗില്ലിനെ ഒഴിവാക്കിയത് വ്യാപക വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഗൗതം ഗംഭീറിനും അതുപോലെ തന്നെ അജിത് അഗാർക്കറിനും ഗില്ലിനോട് ഭയങ്കര താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു 17 2020 മത്സരങ്ങളിൽ നിന്നായി ഗില്ലിന്റെ പ്രകടനം ശരാശരിയിൽ താഴെയായിരുന്നു, ദയനീയമായിരുന്നു. ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടാൻ ഗില്ലിന് കഴിഞ്ഞില്ലായിരുന്നു. പ്രത്യേകിച്ച് ഏഷ്യ കപ്പിൽ സൗത്ത് ആഫ്രിക്കക്കെതിരായ T20 പരമ്പര, ഓസ്ട്രേലിയക്കെതിരായ T20 പരമ്പരയിലെല്ലാം ഗില്ലിന്റെ പ്രകടനം ദയനീയമായിരുന്നു. പ്രത്യേകിച്ച് 2020 പരമ്പര എന്ന് പറയുമ്പോൾ കുറഞ്ഞ ബോളുകളിൽ നിന്ന് കൂടുതൽ റൺസ് എടുക്കുന്നവനെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കപ്പെടുള്ളൂ. പക്ഷെ ഗില്ലി പലപ്പോഴും ഒരു വൺ ഡേ കളിക്കുന്നതിനേക്കാളും ദയനീയമായ ഒരു പ്രകടനമാണ് ഗില്ലി കളിച്ചത്. പ്രത്യേകിച്ച് ആദ്യ പവർ പ്ലേകളിലൊക്കെ നമ്മൾ ഗില്ലിന്റെ പ്രകടനം വിലയിരുത്തുമ്പോൾ ഒരു 6 ഓവർ പോലും ഗില്ലിന് 2020 പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അതിൽ വ്യാപകമായി RP സിംഗ് ഉൾപ്പെടെയുള്ള സെലക്ടർമാര് ഗില്ലിനെതിരെ 2020 ലോകകപ്പിലെ ടീമിൽ പരസ്യമായി ഗില്ലിനെതിരെ രംഗത്ത് വന്നു എന്ന രീതിയിലൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഗംഭീറിനും അഗാർക്കറിനും ഗില്ലിനോട് താല്പര്യമുണ്ടായിരുന്നു എന്ന രീതിയിൽ വാർത്തകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് രണ്ടുപേരും ഗില്ലിന് വേണ്ടി ശക്തമായി വാദിച്ചെങ്കിലും ബാക്കിയുള്ള സെലക്ടർമാർ ഗില്ലിനെതിരെ രംഗത്ത് വരികയും സഞ്ജു വി സാംസൺ അനുകൂലമായ ഒരു നിലപാടാണ് എടുത്തത്. പ്രത്യേകിച്ച് നമുക്കറിയാം, 2020 ഒരു സഞ്ജുവിന്റെയും ഗില്ലിന്റെയും പ്രകടനം വിലയിരുത്തുമ്പോൾ ഗില്ലിനേക്കാളും മികച്ച ട്രാക്ക് റെക്കോർഡുള്ള താരം മലയാളികളുടെ പ്രിയപ്പെട്ട സഞ്ജു വി സാംസൺ ആയിരുന്നു. അദ്ദേഹത്തിന് 2024 അദ്ദേഹം 3 സെഞ്ചുറി നേടി. നല്ല സ്ട്രൈക്ക് റേറ്റ് ഉണ്ട്, ആവറേജ് ഉണ്ട്. പക്ഷെ ഈ ശരിക്കും പ്രതിഭയുടെ ധാരാളിത്തം ഉണ്ടായിട്ടും അവസരം കിട്ടാത്ത ഒരു താരമായിരുന്നു സഞ്ജു. എന്നാൽ ഗില്ലിന് നിരവധി അവസരങ്ങൾ, നമ്പറില്ലേ, തുടർച്ചയായി 17-18 അവസരങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 2020 കിട്ടി. ഏഷ്യ കപ്പ് മുതൽ നമുക്കെടുക്കാം. ഏഷ്യ കപ്പ് ഇന്ത്യ വിജയിച്ചു എങ്കിൽ അതുകൊണ്ട് ഗില്ലിനെ അന്ന് കാര്യമായ വിമർശനങ്ങൾ നേരിടുന്നു. ഏഷ്യ കപ്പ് മുതൽ ഗില്ലിന്റെ പ്രകടനം വിലയിരുത്തുമ്പോൾ 2020 ഗില്ലിന്റെ പ്രകടനം അത്യധികം
പരിതാപകരമായിരുന്നു. അപ്പൊ എന്റെ ഒരു സംശയം ചോദിക്കാനുള്ളത്, അപ്പൊ അങ്ങനെയാണെങ്കിൽ KL രാഹുലും ശുഭ്മാൻ ഗില്ലും ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ IPL കളിച്ച് വന്ന ആൾക്കാരാണ്. അതെ അതെ അപ്പൊ IPL കളിച്ച് വന്ന ആൾക്കാർ എന്ന രീതിയിൽ ഇപ്പൊ KL രാഹുൽ 50 ഓവേഴ്സിൽ ക്യാപ്റ്റൻ എന്ന രീതിയിൽ നല്ല ക്യാപ്റ്റൻ ആയിരുന്നു അദ്ദേഹം. അപ്പൊ പെട്ടെന്ന് ഒരു മാറ്റി സ്ഥാപിക്കൽ ഗില്ലിന്റെ ക്യാപ്റ്റൻസി വരുമ്പോഴത്തേക്ക് അത് കളിയെ ബാധിക്കില്ലേ? അതായത് KL രാഹുലിനെ ക്യാപ്റ്റനാക്കാനുണ്ടായ പ്രധാന കാരണം സൗത്ത് ആഫ്രിക്കക്കെതിരായ ഏകദിന പരമ്പരയിലാണ് KL രാഹുൽ ക്യാപ്റ്റനായത്. അപ്പോൾ ഗില്ലെന്ന് പരിക്കും മൂലം അത് വിശ്രമം കൊടുക്കും പരിക്കും മൂലം ഒഴിവായത് മൂലമാണ് KL രാഹുലിനെ ക്യാപ്റ്റനാക്കി. പക്ഷെ KL രാഹുൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അന്ന് ആ സൗത്ത് ആഫ്രിക്കക്കെതിരായ ഏകദിന പരമ്പര നേടാൻ KL രാഹുലിന് സാധിച്ചു. എന്നാൽ സ്വാഭാവികമായിട്ടും ഗില്ലിന് പകരക്കാരനായിട്ടാണ് KL രാഹുലിനെ താൽക്കാലിക ക്യാപ്റ്റനാക്കിയെ മാറ്റുകയായിരുന്നു രാഹുലിനെ. ഗില്ലാണ് പ്രധാന ക്യാപ്റ്റൻ. ഗില്ലിന് വിശ്രമം നൽകിയ പരിക്കും മൂലം വിശ്രമം നൽകിയതിനാൽ രാഹുലിനെ ക്യാപ്റ്റനാക്കിയതായിരുന്നു. അതൊരു താൽക്കാലികമായ ഒരു നടപടി മാത്രമാണ് BCCIയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. എങ്കിൽ പോലും ഇപ്പൊ അയ്യപ്പേട്ടൻ നേരത്തെ പറഞ്ഞു, ഇഷാൻ കിഷൻ ഇപ്പൊ ഒരു വളർന്നു വരുന്ന യുവതാരമാണ്. പ്രത്യേകിച്ച് ഈ സമീപകാലത്ത് ഇന്ത്യയുടെ ആഭ്യന്തര ടൂർണമെന്റുകളെല്ലാം ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ച ഇഷാൻ കിഷന് പോലും ഒരുപക്ഷെ ന്യൂസിലൻഡിനെതിരായ ഏകദിന പരമ്പരയിൽ 15-അംഗ ടീമിലോ ചിലപ്പോൾ 16-അംഗ ടീമിലോ ഒരു സെക്കൻഡ് വിക്കറ്റ് കീപ്പറായി പരിഗണിച്ചേക്കാം. പക്ഷേ അല്ലെങ്കിൽ KL രാഹുൽ തുടർച്ചയായിട്ട് ഫോം ഔട്ട് ആവണം. ബാറ്റിംഗിൽ പരാജയപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും ഇഷാൻ കിഷനെ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഇഷാൻ കിഷൻ ഈ 2020 ലോകകപ്പിലും സഞ്ജുവിന് ശേഷം സെക്കൻഡ് വിക്കറ്റ് കീപ്പർ കൂടിയാണ് അദ്ദേഹം. 2020 ലോകകപ്പിൽ സഞ്ജുവാണ് മുഖ്യ വിക്കറ്റ് കീപ്പർ. ഓപ്പണറും സഞ്ജുവും അഭിഷേക് ശർമ്മയും ആയിരിക്കും 2020 ലോകകപ്പിൽ ഓപ്പൺ ചെയ്യുക. രണ്ടാം വിക്കറ്റ് കീപ്പറായിട്ട് പരിഗണിക്കുന്നത് ഇഷാൻ കിഷനാണ്. ഒരുപക്ഷെ സഞ്ജു 2-3 കളികളിൽ തുടർച്ചയായി പരാജയപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സഞ്ജുവിനെ മറികടന്ന് ഇഷാൻ കിഷൻ 2020 ലോകകപ്പിലുള്ള ടീമിൽ അന്തിമ 11-ൽ സ്ഥാനം പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ശ്രേയംസ് അയ്യർ ടീമിലേക്ക് വരുമ്പോൾ അത് എത്ര കണ്ട് ഗുണം ചെയ്യും? തീർച്ചയായിട്ടും ഇന്ത്യയുടെ മധ്യനിരയിൽ നല്ല ഒരു ട്രാക്ക് റെക്കോർഡുള്ള താരമാണ് ശ്രേയസ് അയ്യർ. അദ്ദേഹം മികച്ച രീതിയിൽ പ്രത്യേകിച്ച് ഒരു 20-25 ഓവറിന് ശേഷം മറ്റേ ഇന്നിങ്സ് കെട്ടിപ്പടുക്കുന്നതിലും മികച്ച രീതിയിൽ അർദ്ധ സെഞ്ചുറിയൊക്കെ കണ്ടെത്താൻ പ്രത്യേകിച്ച് അവസാന ഓവറുകളിലെല്ലാം ആഞ്ഞടിക്കാൻ കഴിയുള്ള താരമാണ്. IPL-ലും അദ്ദേഹം കിങ്സ് 11 പഞ്ചാബിന് വേണ്ടി കളിക്കുമ്പോൾ കഴിഞ്ഞ സീസണിലെല്ലാം ഫൈനലിൽ എത്തിക്കാൻ അദ്ദേഹം കഴിഞ്ഞു. നല്ല ക്യാപ്റ്റൻ എന്ന രീതി അദ്ദേഹം വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു. ഒരു സമയത്ത് ഇന്ത്യൻ ടീമിലെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു. പരിക്കുമൂലം നമുക്കറിയാം ക്യാച്ച് എടുക്കാൻ ബാംഗ്ലൂരാണ്. എനിക്കൊന്ന് ഓസ്ട്രേലിയക്കെതിരായിരുന്നു അദ്ദേഹം ക്യാച്ച് എടുക്കാൻ പോയപ്പോഴാണ് അദ്ദേഹം ഫീൽഡിൽ വാരിയലിന് പരിക്കേറ്റ് അദ്ദേഹം കുറച്ചു നാൾ ഓസ്ട്രേലിയയിലൊക്കെ ചികിത്സയിലൊക്കെ ചെയ്തു. മധ്യനിരയിൽ സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് ഓപ്പൺ ചെയ്യുന്ന ഗില്ല്, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി ഇവർക്ക് ശേഷം വരുന്ന താരമാണ് ശ്രേയസ് അയ്യർ. 4-ാം നമ്പറിലും ചിലപ്പോൾ ചില സമയങ്ങളിൽ 5-ാം നമ്പറിലും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്തുകൊണ്ടും മധ്യനിരയിൽ ഇന്ത്യൻ ടീമിന് ഒരു മുതൽക്കൂട്ടാവുന്ന. അപ്പോൾ നമുക്ക് ചുരുക്കാം. അപ്പോൾ ഇതിലേ ചോദിക്കാനുള്ളൂ, ഇങ്ങനെ ഒരു സമൂലമായ മാറ്റം ന്യൂസിലൻഡിനെതിരെ കളിക്കുമ്പോൾ ഇന്ത്യൻ ടീമിന് അത് ഈ പറയുന്ന വൺ ഡേ ടീം എത്ര കണ്ട് ഗുണം ചെയ്യും, എങ്ങനെയായിരിക്കും എന്നൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. സ്വാഭാവികമായിട്ടും ഈ ന്യൂസിലൻഡ് ഒരു നിസ്സാര ടീമല്ല. കാരണം പഴയ ന്യൂസിലൻഡ് അല്ല, മികച്ച ഒരുപിടി താരങ്ങളുണ്ട്. രജിൻ രവീന്ദ്ര, ഡൊവൻ കോൺഗോയ് ഉൾപ്പെടെയുള്ള പല താരങ്ങളുണ്ട്. മിച്ചൽ സാൻഡറുണ്ട്. അങ്ങനെ പല താരങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യയിലെ സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ സ്വാഭാവികമായിട്ടും കളിക്കുക നമുക്കറിയാം. 2024 ടെസ്റ്റ് പരമ്പരയ്ക്ക് വന്ന ന്യൂസിലൻഡ് 3 ടെസ്റ്റും തുടർച്ചയായ 3 ടെസ്റ്റും ഇന്ത്യയെ തോൽപ്പിച്ച ടീമാണ് ന്യൂസിലൻഡ്. അതെ, മാത്രമല്ല കാരണം ഇന്ത്യക്ക് അനുകൂലമായ സ്പിൻ പിച്ചുകളാണെന്ന് ക്യൂറേറ്റർമാർ നിർമ്മിച്ചത്. ആ സ്പിൻ പിച്ചുകളിൽ ഇന്ത്യ കുഴിച്ച കുഴിയിൽ ഇന്ത്യ തന്നെ വീഴുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ന്യൂസിലൻഡിനെ നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല. മികച്ച നിരയാണ്. പക്ഷെ ഇന്ത്യയുടെയും നല്ല ടീമാണ്. എന്തായാലും ശക്തമായ ഒരു മത്സരം, നമുക്ക് ഏതായാലും ഒരു ശക്തമായ ഒരു മത്സരം പ്രതീക്ഷിക്കാം. ഈ ടീം മാറ്റം നല്ലത് തന്നെ ആയിരിക്കുമെന്ന് തന്നെ കരുതാം. ക്രിക്കറ്റ് ആരാധകർ കാത്തിരിക്കുന്നു. ഓക്കെ.